എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക ഇടവാങ്ങവും ലിസി ആശുപത്രിയിൽ റേഡിയോളജിസ്റ്റായിട്ട് ജോലിയും ചെയ്യുന്നു. ഇന്നത്തെ ക്രമീകരണം നമ്മൾ പതിവ് പോലെ നമ്മുടെ വർത്തമാന പുസ്തകത്തിന്റെ മുഖവരിയുടെ ആദ്യത്തെ ഖണ്ഡിക പ്രാർത്ഥനാപൂർവ്വം വായിച്ചുകൊണ്ട് തുടങ്ങുന്നു. അതിനുശേഷം ചെറിയൊരു സ്വാഗത പ്രസംഗം, പിതാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും ഔപചാരികതയ്ക്കായിട്ട് ചെറിയ സ്വാഗത പ്രസംഗം, അതിനുശേഷം പിതാവിന്റെ ഉദ്ഘാടന പ്രസംഗം, അതിനുശേഷം ചെറിയൊരു ചോദ്യോത്തരവേള, വീണ്ടും നമ്മൾ പ്രാർത്ഥനാപൂർവ്വം മുഖവരിയുടെ രണ്ടാം ഖണ്ഡിക വായിച്ച് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം അവസാനിപ്പിക്കുന്നു. അതാണ് ഇന്നത്തെ ഒരു ക്രമീകരണം. അപ്പം നമുക്ക് പ്രാർത്ഥനാപൂർവ്വം വർത്തമാന പുസ്തകത്തിന്റെ മുഖവരിയുടെ ആദ്യ ഖണ്ഡിക വായിക്കാം. ഉടയ തമ്പുരാന്റെ അറ്റമില്ലാത്ത മനഗുണത്താല് പണ്ട് പണ്ട് കാവ്യരുടെയും മറ്റു ജാതികളുടെയും മുൻപാകെ തന്റെ തിരുനാമം പറഞ്ഞ് അതിനെ പ്രതി പാരം പാടുപെട്ട് അവരുടെ കാരണവന്മാര് നടന്ന മര്യാദയ്ക്കും ക്രമത്തിനും തങ്ങളാലാകുന്ന പോലെ ഒരു വിഘ്നം വരുത്താതെ നടന്നു വരുന്ന ജാതിയാകൊണ്ടും ആയതിന്റെ മുൻപിലത്തെ മാർഗം അറിയിക്കുന്നവനും അടിസ്ഥാനമിടുന്നവനുമായ മാർ തോമാസ് ലീഹയുടെ യോഗ്യങ്ങൾ കൊണ്ടും മെസ്രയൻ എന്ന നാട്ടിൽ ഏറിയ രാജാക്കളുടെ ഇടയിൽ ഇസ്രായേൽ മക്കളെ വർദ്ധിപ്പിക്കുകയും വളർന്നിപ്പിക്കുകയും ചെയ്ത എന്ന പോലെ ഇന്നയോളം മഹാകരുണയോടും കൂടെ രാജാക്കളുടെയും പ്രഭുക്കളുടെയും മുൻപാകെ ഒരു ലയം വരുത്താതെ നമ്മുടെ ജാതിയെ കാത്തുകൊണ്ടുവന്നതുമൊഴിയെ ഈ ഒടുക്കത്തെ കാലത്തിൽ പുരുഷന്റെ ശത്രുക്കൾ അവന്റെ വീട്ടുമക്കൾ എന്ന ശുദ്ധமான ഏവൻഗലിയോനിൽ ചൊല്ലിയിരിക്കുന്ന പോലെ ആയതിന്റെ വേദത്തലവര് തന്നെ ആയതിനെ നശിപ്പിപ്പാൻ ശ്രമിക്കുന്നതിനെ കൊണ്ട് ജാതിയിൽ തലവനും വേദവാഴിയും നിൽക്കാതെ കണ്ട് ജാതിക്ക് കരുത്തും ശക്തിയും ഉണ്ടാകയില്ലെന്ന് കണ്ട് അളവില്ലാത്ത തന്റെ കരുണയാൽ മെസ്രയനിൽ ഞെരുങ്ങപ്പെട്ട ഇസ്രായേൽ മക്കളെ രക്ഷിപ്പാൻ അവരുടെ ജാതിയിലും കുലത്തിലുമുള്ള മൂശ എന്ന നിവിയായ യാത്രയാക്കി അവരെ രക്ഷിച്ചതുപോലെ നമ്മുടെ ജാതിയിലും കുലത്തിലും ക്രമത്തിലുമുള്ള ആലങ്ങാട്ട് നഗരിയിൽ ബഹുമാനപ്പെട്ട കരിയാറ്റി എന്ന് ചൊല്ലപ്പെട്ട തറവാട്ടിൽ പിറന്ന മാർ യൗസേപ്പ് എന്ന ദേഹത്തെ നമ്മുടെ ജാതിക്ക് തലവനും വേദവാഴിയുമായി കൽപ്പിക്കുകയും ചെയ്തു. ശംസിയായി സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും. ഇന്ന് രണ്ട് രീതിയിൽ ഏറെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. നമ്മളെല്ലാവരും പുതുഞായർ ആഘോഷിച്ചു കഴിഞ്ഞു. തോമാസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം മാർ വാലാഹ് നമ്മൾ ഇന്ന് ആഘോഷിച്ചു കഴിഞ്ഞു. അതോടൊപ്പം ഇന്ന് നമ്മളിവിടെ കർശോൻ പഠനക്കളരി ആരംഭിക്കുകയാണ്. ഒരു കാലത്തെന്ന് പറഞ്ഞാൽ പോലെ ഈ അടുത്ത കാലത്ത് പോലും സുറിയാനി കർശോൻ എന്ന് പറയുന്ന ഒന്നില്ല എന്ന് പണ്ഡിതർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു. അതിന് പിന്നീട് മാറ്റം വന്നു. എമ്മാനുവൽ ആട്ടേലച്ചന്റെ ഗ്രന്ഥം വെളിയിൽ വന്നു. അതോടൊപ്പം VP മാർക്കോസ് സാറിന്റെ PhD തീസിസ് വന്നു. അങ്ങനെ കുറച്ചു പേർക്കെങ്കിലും മലയാളം കർശോൻ, അതായത് സുറിയാനി കർശോൻ ഉണ്ട് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എങ്കിലും അത് പോരാ. ഇത് യൂണിവേഴ്സിറ്റികളും സർക്കാരും ഒക്കെ താല്പര്യം എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ ഇതിനോട് താല്പര്യം വേണം. അത് പരിഗണിച്ചാണ് ബേസപ്രേം നസ്രാണി ദേറയുടെയും മലങ്കര നസ്രാണി യോഗത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു ഉദ്യമം ഇവിടെ നടക്കുന്നത്. ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്കൊന്നും കൂടുതലായിട്ട് കടക്കുന്നില്ല. ഇന്ന് നമ്മോട് ഒരു ആമുഖ പ്രഭാഷണവും ഉദ്ഘാടനവും ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവാണ്. പിതാവിനെ ഞാൻ ഇവിടെ പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും നേരിട്ട് അറിവില്ലാത്തവർക്കായിട്ട് പിതാവ് പാലാരൂപതയുടെ മെത്രാനാണ്. അതോടൊപ്പം അറിയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞനാണ്. സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ സഭാത്മകമായിട്ടും പൗരസ്ത്യ പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിലും അവ വീണ്ടെടുക്കുന്നതിലും ഏറെ ഉത്സുകനാണ്. പിന്നെ പ്രത്യേകിച്ച് പിതാവിന് സുറിയാനിയുടെ പ്രോത്സാഹനത്തിൽ പ്രത്യേകം താല്പര്യമുണ്ട്. അപ്പം ആ ഒരു താല്പര്യമാണ് പിതാവിനെ ഇന്ന് നമ്മോട് സംസാരിക്കാനായിട്ട്, ഇത്രയും തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും സംസാരിക്കാനായിട്ട് പിതാവ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഏവരുടെയും പേരിൽ പിതാവിനെ പ്രത്യേകം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഇത് പിതാവിന്റെ ടോക്കിന് ശേഷം എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക് ഒന്നിൽ ചാറ്റ് ബോക്സിലിടാം, അല്ലെങ്കിൽ അവരുടെ കൈ ഉയർത്തിയാൽ മതി. എന്നാൽ ഇനി അധികം സമയം കളയാതെ ഞാൻ പിതാവിനെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അമൽ സാറെ, മറ്റ് പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള അധ്യാപകരെ, അച്ഛന്മാരെ, മറ്റ് സുഹൃത്തുക്കളെ,
എനിക്ക് അല്പസമയം മതി. എനിക്ക് ഇനിയും 2-3 കാര്യങ്ങൾ കൂടി എല്ലാം ഒന്ന് തീർക്കാനുണ്ട്. ഞാൻ ആമുഖമായിട്ട് എനിക്ക് കൂടുതൽ ആഴത്തിൽ പറയാൻ അറിയാവുന്ന ഒരു മേഖലയുമല്ല. എങ്കിലും എനിക്ക് പൊതുവെ സുറിയാനി സംസ്കാരത്തോടും സുറിയാനി ഭാഷയോടും കൂടുതൽ ഉള്ളിൽ സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം എന്നോട് ദേറായിലെ അച്ഛൻ സൂചിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അല്പനേരമെങ്കിലും ഞാൻ വരാൻ നോക്കാം. സുറിയാനി ഭാഷ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. നമുക്ക് നമ്മുടെ ലിറ്റർജിക്കൽ ലാംഗ്വേജ് ആയിരുന്നു. ഇപ്പോഴും അതെ. നമ്മൾ കുറേയേറെ അച്ഛന്മാരും അൽമായരും ഇത് പഠിക്കുകയും നമ്മളുടെ ആരാധനാക്രമത്തിലും അതുപോലെ പള്ളി അങ്കണത്തിലെ ഗാന മത്സരങ്ങളിലും ഒക്കെ സുറിയാനി പാട്ടുകൾ വിപുലമായ രീതിയിൽ ഉപയോഗിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമുക്ക് USA-യിലും UK-യിലും ഓസ്ട്രേലിയയിലും ഒക്കെയുള്ള ചെറുപ്പക്കാര് ഈ ഭാഷയോട് കാണിക്കുന്ന താല്പര്യം വളരെ വലുതാണ്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. സുറിയാനി നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പം പറയുമ്പോൾ അതിൻ്റെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മളുടെ പഠനത്തിൻ്റെ എപ്പോഴും ഉള്ളതാണ്. എസ്ത്രാങ്കല എന്ന് പറയുന്ന വിപുലമായ രീതിയിൽ ഒരുപക്ഷെ അതിൻ്റെ ഒരു മദർ സ്ഥാനത്ത് നിൽക്കുന്ന ഭാഷ അക്ഷര രീതിയാണ്. പിന്നീട് അധികം താമസിക്കാണ്ട് നമ്മൾ ഈസ്റ്റ് സിറിയക്കും തുടർന്ന് വെസ്റ്റ് സിറിയക്കും നമ്മൾ കാണുന്നു. നമ്മളുടെ നാട്ടിൽ തന്നെയും ഈ സുറിയാനി പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളിലൊക്കെ ഈ സുറിയാനി പഠനത്തിൽ ഇത് 3 പഠിപ്പിക്കാറുണ്ട്. 3ൻ്റെയും പ്രാധാന്യം എടുത്ത് കാണിക്കാറുമുണ്ട്. ഇസ്രാങ്കലയും ഈസ്റ്റ് സിറിയക്കും വെസ്റ്റ് സിറിയക്കും. പൊതുവിൽ നമുക്ക് സുറിയാനി മാതൃഭാഷ അല്ലാതിരുന്ന ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് കൈമാറ്റം ചെയ്ത് കിട്ടിയ സുറിയാനി പൈതൃകം കൂടുതലായിട്ട് വൈദികരിൽ നിന്നായിരുന്നു, കത്തനാരന്മാരിൽ നിന്നായിരുന്നു. അവര് ആരാധനക്രമവും അതുപോലെ പരിശുദ്ധ സുവിശേഷവും നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കി സെലിബ്രേറ്റ് ചെയ്യാനും അതിന് വിശദാംശങ്ങൾ കൊടുക്കാനുമുള്ള ആ ഒരു സാമർഥ്യമായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അതിനിടയിൽ നമുക്ക് വലിയ പ്രാഗൽഭ്യമുള്ള ആളുകൾ പറമാക്കൽ തോമ കത്തനാര്, കരിയാറ്റി മെത്രാപ്പോലീത്ത, നിധീരിക്കൽ മാണിക്കത്തനാര്, അതുപോലെ അവരെ പഠിപ്പിച്ച കുറേയേറെ മൽപ്പാന്മാര്, അതുപോലെ കുടക്കച്ചിറ അന്തോനീച്ചൻ, അതേ കത്തനാര്, അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണ നാളത്തെ കഴിഞ്ഞ് ഫ്ലാഷനായിൽ ഓർമ്മിക്കുകയാണ്. അതുപോലെ മറ്റ് വലിയ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ സുറിയാനി ഭാഷയുടെ മേഖലയിൽ നമുക്കുണ്ട്. നമുക്കറിവുള്ളതാണ്. നമ്മളുടെ ഈ പ്രദേശത്ത് നിന്നാണ് സുറിയാനി നിഘണ്ടു, ഡിക്ഷണറി, ഗ്രാമർ, ടെക്സ്റ്റ് ബുക്കുകൾ, ഗീതങ്ങൾ ഒക്കെ എഴുതിയതും പറഞ്ഞതും പ്രചരിപ്പിച്ചതുമെല്ലാം. അതിൽ ഏറ്റവും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളോട് ചേർന്നുള്ള അൽമായരും അച്ഛന്മാരുമാണ് വിവിധ പ്രദേശത്തു നിന്നുള്ളവർ ഇന്ന് ഇതിനകത്ത് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. സുറിയാനി പഠിക്കാനുള്ള കൂടുതലായിട്ടുള്ള ഒരു ഉന്മേഷം തീർച്ചയായിട്ടും ഇതുപോലുള്ള കൂടിവരവിൽ നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഉത്തമമായ ബോധ്യം. എല്ലാ രൂപതകളിലും ഇപ്പോൾ ഈ ഭാഷയോട് കുറച്ചുകൂടെ ഊന്നൽ കൊടുത്ത് താല്പര്യത്തോടു കൂടി അത് എടുക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പിന്നെ പ്രത്യേകിച്ച് ഔട്ട്സൈഡ് ഇന്ത്യ നമ്മുടെ രൂപതകളിൽ അതിലും പ്രത്യേകമായിട്ട് അതിൻ്റെ യൂത്ത് വിങ് സുറിയാനി ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇവിടെ അന്ത്രയാസ് കളപ്പുര മൽപ്പാന് 50-ലധികം പുസ്തകങ്ങൾ സുറിയാനി ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തമാശകൾ തന്നെ സുറിയാനി ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ സുറിയാനിയുടെ അകവും പുറവും നന്നായിട്ട് അറിയാമായിരുന്ന നിരവധിയായ ആളുകൾ ഉണ്ട്. നമ്മുടെ അരേത്തനാലിസിന്റെ ഗ്രാമറൊക്കെ നമുക്കറിയാമല്ലോ. ഓക്സ്ഫോർഡിൽ പോലും ആ ഗ്രാമറാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളതെന്ന് അവിടുത്തെ പണ്ഡിതന്മാർ പോലും സെബാസ്റ്റ്യൻ ക്രോക്കിനെ പോലെയുള്ള ആളുകളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണല്ലോ നമ്മുടെ കുനമാക്കലച്ചന്. ഇന്ന് നമ്മളെ പഠന വിഷയമാക്കുന്ന ഈ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അതേക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ കുനമാക്കലച്ചൻ തന്നെ ആണ്. അദ്ദേഹം ഇതിനകത്ത് ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദേറായിലുള്ള അടപ്പശ്ശേരി അച്ഛനും ഇപ്പോഴത്തെ അച്ഛനും ഒക്കെ അതുകൂടെ എല്ലാം വായിച്ചെടുക്കാനായിട്ട് അടപ്പശ്ശേരി അച്ഛനും ആ മേഖലയിൽ വന്ന് ഈ കർഷോൺ കുറെ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട്. അച്ഛൻ വായിച്ചെടുത്ത ചില ഡോക്യുമെന്റ്സ് എന്നെയും കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. പെൺമാക്കലച്ചനുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. അപ്പം അതിലൊരു കോമൺ
കാര്യമായിട്ട് നിൽക്കുന്ന കാര്യമാണ്. നമുക്ക് ഈ കർഷോൺ സുറിയാനി അല്ലെങ്കിൽ മലയാളം എന്ന് പറയുന്നത് സുറിയാനി ലിപികൾ ഉപയോഗിച്ച്, സുറിയാനി വൊവൽസ് ഉപയോഗിച്ച് മലയാളം വാക്കുകൾ സുറിയാനിയിൽ എഴുതുന്നതാണ്. ചുമ്മാ ഒരു പച്ച വാക്ക് മരം, നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന ഒരു മരം, ആ മരത്തിന്റെ നമ്മൾ സുറിയാനിയിൽ അതിന്റെ മീമ് റേസ് അത് കൂട്ടി നമ്മൾ മരം എന്ന് എഴുതുകയാണ്. അങ്ങനെ ഏത് വാക്കും ഏത് കാര്യവും നമുക്കിപ്പോൾ ഞാൻ ഔദ്യോഗികമായ ഡോക്യുമെന്റ്സ് ഒക്കെ ഇപ്പോഴും സുറിയാനിലാണ് ഉൾപ്പെടുന്നത്, ജംഷീദ് കല്ലറങ്ങാട്ട്. മലയാളത്തിൽ എനിക്ക് എഴുതാമല്ലോ, പക്ഷേ നമ്മൾ മലയാളം കാര്യങ്ങൾ, മലയാളം പേരുകൾ, മലയാളം പദങ്ങൾ, നാമങ്ങൾ സുറിയാനി സ്ക്രിപ്റ്റിൽ നമ്മൾ എഴുതുന്നതിനെയാണ് പൊതുവിൽ കർഷോൺ എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഇവിടെ മാത്രമല്ല, ഒരുപക്ഷെ ആദ്യമായിട്ട് ഇത് വിപുലമായ രീതിയിൽ ഉപയോഗിച്ചത് അറബി ഭാഷയ്ക്ക് വേണ്ടിയാണ് എന്ന കാര്യത്തിൽ ആരും അത് തർക്ക വിഷയം ആക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അർമേനിയൻസും അത് ഉപയോഗിച്ചിരുന്നതായിട്ടൊക്കെ ചരിത്രത്തിൽ നിന്ന് വായിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഈ അറബി ആളുകളും അർമേനിയൻ ക്രൈസ്തവരും ഒക്കെ ഉപയോഗിച്ച പോലെ തന്നെയാണ് മലയാളത്തിലും നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ അറബിക്, അർമേനിയൻ, മലയാളം മേഖലയിലാണ് കൂടുതൽ കണ്ടെത്തലുകൾ ഇതിനകത്ത് വന്നിട്ടുള്ളത്. കൂടുതലായിട്ട് നമ്മൾ ഇതേക്കുറിച്ച് പഠിക്കുകയും വായിക്കുകയും ചെയ്യേണ്ടതാണ്. ഞാൻ കുടുംബാംഗലക്ഷനിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ പള്ളി വീട്ടിൽ പറമ്പിൽ ചാണ്ടി മെത്രാപ്പോലീത്തായുടെ ആ കാലഘട്ടം മുതലൊക്കെ നമുക്കിതിവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1663 മുതൽ 87 വരെയുള്ള 24 വർഷങ്ങളായിരുന്നു. ആ കാലഘട്ടത്തിൽ ഉള്ള ഡോക്യുമെന്റ്സിൽ നമ്മളിത് ഈ കർഷോൺ മലയാളത്തിൽ അല്ലെങ്കിൽ മലയാളം വാക്കുകൾ സുറിയാനിയിൽ, പ്രത്യേകിച്ചും ഈസ്റ്റ് സിറിയക്കില് ഞാൻ മനസ്സിലാക്കുന്നതും നമ്മൾ വെസ്റ്റ് സിറിയക്കിൽ ഇതധികം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അന്ന് ഈ 15-16 നൂറ്റാണ്ടൊക്കെ പിന്നീട് വെസ്റ്റ് ലിറ്റർജിയും സിറിയക്ക് ലിറ്റർജിയും ഭാഷയും വന്നപ്പോഴും കുറേ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ഈസ്റ്റ് സിറിയക്കിൽ നിന്ന് അവരും ആ ഭാഷ കൂടുതൽ പഠിക്കാൻ ഒക്കെ പരിശ്രമിച്ചതും. നമ്മുടെ ഈ 16, 17, 18 നൂറ്റാണ്ടുകളിലൊക്കെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മൾ പറയുമ്പോൾ അന്നത്തെ മലയാളവും അല്പം വ്യത്യസ്തമായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. അതിന് തമിഴിനോടും സംസ്കൃതത്തോടും ഒക്കെ ബന്ധമുണ്ടായിരിക്കാം. പിന്നെ നമ്മൾ 1052 അക്ഷരങ്ങളുള്ള മലയാളം കേവലം 23 വാക്കുകൾ അക്ഷരങ്ങളുള്ള സുറിയാനിയിൽ എഴുതുമ്പോൾ അതിന്റെ കോൺസെൻസിലേക്ക് വരുമ്പോൾ വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. നമുക്ക് അക്ഷരങ്ങൾ കൂടുതലാണ്, ഇരട്ടിയാണ് മറ്റേത് യൂറോപ്യൻ ലാംഗ്വേജിനേക്കാളും. അതുപോലെ ഈ ഏൻഷ്യന്റ് ലാംഗ്വേജസും അതിന്റെ ഇരട്ടി അക്ഷരങ്ങൾ നമുക്കുള്ളത് കൊണ്ട് അതുകൊണ്ട് ചില ആനുകൂല്യങ്ങളുണ്ട്. പക്ഷേ നമുക്കത് അതിന്റെ ക്ലബിങ്ങിൽ വരുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതൊരു നമ്മുടെ ഒരു വിഷായിട്ട് നിൽക്കുകയാണ്. ഇനി ഭാവിയിൽ ഇതിന്റെ ഒരുപാട് ഉപകാരമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഭാവിയിലല്ലോ, പാസ്റ്റിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇവിടെ നമ്മളുടെ നസ്രാണികളുടെ ഇടയിൽ ഇതെങ്ങനെ ഉപയോഗിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനം ഫ്യൂച്ചറിനെ അത് വെൽ എക്വിപ്ഡ് ആക്കും എന്നതാണല്ലോ. പിന്നെ നമുക്കിപ്പോഴും എഴുതാമല്ലോ, നമുക്ക് മലയാളത്തിലെ വാക്കുകളും നാമങ്ങളും പദങ്ങളും എല്ലാം സുറിയാനിയിൽ എഴുതാൻ പറ്റിയ വലിയ കാര്യമാണല്ലോ. അപ്പൊ അത് തന്നെ ഒരു സംസ്കാരമാണ്. ആ ഒരു സാംസ്കാരികമായ വശവുമുണ്ട്, ഭാഷാപരമായ ഒരു മികവുമുണ്ട്. നമുക്ക് സുറിയാനി, ഈസ്റ്റ് സിറിയക്ക് സുറിയാനി ലിപികളിൽ അതിന്റെ വവൽസ് ഉപയോഗിച്ച് ഈ വാക്കുകൾ, മലയാളത്തിൽ നമ്മൾ പറയുന്ന വാക്കുകൾ എഴുതാൻ പറ്റുന്നു എന്നത് വലിയൊരു മുന്നേറ്റമാണ്. അത് ഒരു വലിയൊരു കോൺട്രിബ്യൂഷനാണ്. നമുക്ക് ഇനി ഭാവിയിൽ സുറിയാനിയുടെ നിഘണ്ടു അല്ലെങ്കിൽ ഡിക്ഷണറി ഒപ്പം ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിലേക്കും നീങ്ങണം. ചില കുഞ്ഞ് ഡിക്ഷണറീസ് ഒക്കെ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും നമുക്ക് പൊതുവിലുള്ളത് വൈനേ സ്മിത്തിന്റെ ഒക്കെ ഡിക്ഷണറി, നമുക്ക് ആ വാക്ക് കൃത്യം അതിന്റെ മൂലം ഏതാണെന്ന് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡിക്ഷണറി നോക്കി ഈ സുറിയാനി വാക്കുകൾ എടുക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ അച്ഛന്മാർ കൂടുതലായിട്ട് ഈ സുറിയാനി പഠിക്കാതെ പോയതിന്റെ ഒരു കാര്യവും നമുക്ക് നിലവിലുള്ള ഡിക്ഷണറികൾ വൈനേ സ്മിത്തിന്റെ വളരെ എക്സോസ്റ്റീവ് ആയിട്ടുള്ള, എല്ലാം ഇൻക്ലൂസീവ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മലയാളത്തിലുള്ള സുറിയാനി മലയാളം ഡിക്ഷണറി ആണെങ്കിലും അതിന്റെ റൂട്ട് അനുസരിച്ച് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ആ റൂട്ട് ഏതാണെന്ന് അറിയത്തില്ലെങ്കിൽ ആ വാക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. അതിന് ഈ അമേരിക്കയിൽ നിന്നൊക്കെ ചില ആളുകൾ പിന്നെ നമ്മുടെ സാധാരണഗതിയിൽ ഇംഗ്ലീഷിൽ ആൽഫബറ്റിക് ഓർഡറിൽ നമുക്കറിയാവുന്ന ഇംഗ്ലീഷ് വാക്കുകൾ കൊടുത്തിട്ട് തത്തുല്യമായിട്ടുള്ള സുറിയാനി വാക്ക് കൊടുത്തിട്ടുള്ള ചില ഡിക്ഷണറീസ് ഒക്കെ ഈ അടുത്ത നാളിൽ നമ്മുടെ അച്ഛന്മാരുടെ കയ്യിൽ നിന്ന്
ഞാനും ഇടയ്ക്കൊക്കെ നേരം കിട്ടുമ്പോൾ വല്ലപ്പോഴും നോക്കുന്നതാണ്. അപ്പൊ നമുക്കൊരു മലയാളം വാക്ക് അറിയാമെങ്കിൽ അതിലൊരു ഇംഗ്ലീഷ് വാക്ക്, കാരണം ടേബിൾ അല്ലെങ്കിൽ ഹൗസ് അല്ലെങ്കിൽ ഒരു ചെയർ, ഇതിന്റെയൊക്കെ സുറിയാനി വാക്ക് എന്താണെന്ന് നോക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് ആ വാക്ക് നോക്കി തത്തുല്യമായ സുറിയാനി വാക്ക് കണ്ടെത്താൻ ഉള്ള ഡിക്ഷണറികളാണ് നമുക്ക് ഇത് മാതൃഭാഷ അല്ലാത്തതുകൊണ്ട് കൂടുതൽ ഉപകാരപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ ദേശത്തു നിന്നൊക്കെ ഇതിന്റെ റൂട്ട് ലൈനിൽ തന്നെ സുറിയാനി നല്ലപോലെ പഠിക്കുന്ന ആളുകൾ ഒത്തിരി ഉണ്ട്. അത് നമുക്ക് വലിയൊരു പ്രത്യാശയാണ് നൽകുന്നത്. ഈ സഭയുടെ അത്യന്തികമായിട്ടുള്ള ഒരു ഐക്യത്തിലേക്കും അത് എത്താനുള്ള ഏറ്റവും നല്ല മാർഗം ഈ പറഞ്ഞ സുറിയാനി പഠനമാണ്. അതിൽ ഈസ്റ്റ് സുറിയക്കിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇവിടെ നമ്മൾ ആരാധനക്രമത്തിലും ഈ മധ്യ പൂർവ്വ ഏഷ്യയിലും നിക്ഷേപിച്ച് നമ്മുടെ ഇവിടെ കേരളത്തിലും എല്ലാം ഈസ്റ്റ് സുറിയക്കിന്റെ വിപുലമായ ഒരു 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 വളർച്ചയും അതിലുള്ള സാഹിത്യങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാമാണ്. ഒരുപാട് സോഴ്സ് പുസ്തകങ്ങൾ ഈസ്റ്റ് സുറിയക്കില്, പ്രധാനമായിട്ട് നമ്മുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മുതിർന്ന അച്ഛന്മാർ പോലും അവരുടെ ദൈവാരാധനക്രമം സെലിബ്രേറ്റ് ചെയ്യാൻ ആലുവാസിനാരി പഠിച്ചവരെല്ലാം ഈ ഭാഷയിലാണല്ലോ പഠിച്ചത്. പിന്നീട് നമുക്കത് അങ്ങനെ വായിച്ച് ഉപയോഗിക്കുന്നില്ലാത്തത് കൊണ്ട് വന്ന വലിയൊരു ഗ്യാപ്പുണ്ട്. പിന്നീട് വന്ന വൈദിക പരിശീലനത്തിൽ ഈ ഭാഷയ്ക്ക് ഉചിതമായ പ്രാധാന്യം കൊടുത്തില്ല. എങ്കിലും 10-15 വർഷങ്ങളായിട്ട് സെമിനാരികളിലും കുറേയെങ്കിലും ഒക്കെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. സുവിശേഷം വായിക്കാൻ മാത്രം അത് അവർക്കറിയാം. സുവിശേഷം വായിക്കാനും പഠിച്ചാൽ തന്നെയും വലിയ കാര്യമാണ്. ഞാനൊന്ന് വാഗമണ്ണില് കുർബാന അർപ്പിച്ചപ്പോൾ കുറച്ചെല്ലാം സുറിയാനി ഉപയോഗിച്ചോടെ സാധാരണ തൈലിച്ചനൊക്കെ എൻ്റെ കൂട്ടത്തിൽ പോരുന്നതാണ്. എന്ന് അച്ഛനും പള്ളിയിലായിരുന്നുകൊണ്ട് വരാൻ പറ്റിയില്ല. ഞാൻ തമാശയുടെ വിശ്വാസപ്രഖ്യാപനം സുറിയാനിലാണ് വായിച്ചത്. അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലായില്ലെങ്കിലും നമുക്കൊരു പ്രത്യേകമായ അവസരത്തിൽ ഇന്നിപ്പം മാർവാലാഹാണ് സുവിശേഷമെന്ന് സാധാരണ രീതി നമ്മുടെ ആളുകൾക്ക് എല്ലാം അറിയാം. അപ്പൊ അത് അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി അത് ഉറപ്പ് കിട്ടും. അതുപോലെ നമുക്ക് ബേറ്റിറ്റ്യൂഡ്സിന്റെ കാര്യമൊക്കെ വരുമ്പോൾ അതൊക്കെ കൂടുതൽ ആളുകൾക്ക് പരിചയമുള്ളതാണ്. അല്ലെങ്കിൽ പരിശുദ്ധമ്മയുടെ മാഗ്നിഫിക്കാത്തിന്റെ അമ്മയുടെ തിരുനാൾ വരുമ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ സാധ്യമാകുന്ന രീതിയിലൊക്കെ അത് ഉപയോഗിച്ചാൽ നല്ലതാണ്. നമ്മളുടെ സിനഡും ഭാഗ്യവശാല് ദൈവാരാധന ക്രമത്തില് കുറെയെല്ലാം അത് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ഔദ്യോഗിക ടെക്സ്റ്റിൽ തന്നെ നമുക്കിപ്പം തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് നമുക്കത് സിനഡൽ ആയിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടുകൂടിയാണ്. അത് നമ്മുടെ ഏതെങ്കിലും ഒരു ആവേശത്തിന്റെ പേരിൽ നമ്മൾ കാണിക്കുന്ന കാര്യവുമല്ലല്ലോ. അപ്പൊ സുറിയാനി പഠിക്കാനും പ്രത്യേകിച്ച് ഇന്ന് നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ അതിന്റെ കർഷോൺ, അത് മാഗ്ലസിനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നത് കർഷോൺ ഒരാളിന്റെ പേര് തന്നെയാണ്. ആ പേരിൽ അത് അറിയപ്പെടുന്നതാണ്. അദ്ദേഹമാണ് ഇങ്ങനെ സുറിയാനി സ്ക്രിപ്റ്റ് ഓരോ രാജ്യത്തിനും അല്ലെങ്കിൽ അവർക്ക് ആവശ്യം ഏത് രാജ്യത്തിനാണോ ഏത് ഭാഷയ്ക്കാണോ ആവശ്യം അവരുടെ ഭാഷയിലെ കാര്യങ്ങൾ എഴുതാൻ വേണ്ടി സുറിയാനി ആൽഫബറ്റ്സും വൊവൽസും ഉപയോഗിക്കണം എന്ന് ആദ്യം പഠിപ്പിച്ച ആള് കർഷോൺ എന്ന വ്യക്തിയാണെന്നുകൂടെ പറഞ്ഞ് വരുന്ന ഒരു പാരമ്പര്യം നമ്മൾ കാണുന്നുണ്ട്. പൂർണ്ണമായിട്ടും അത് ശരിയാണെന്ന് നമുക്കറിയത്തില്ല. ഏതായാലും നമുക്കത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട മേഖലയാണ്. നിങ്ങളിങ്ങനെ ഒരു അറ്റംപ്റ്റ് എടുത്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ ഭാഷ വളരെ ദൈവികമായ റെവലേഷന്റെ ഭാഷയാണ്. പരമായ സുറിയാനി അനുഗ്രഹീതമായ ഒരു സംസ്കാരവും ദൈവിക വെളിപാടും നമുക്ക് നൽകുന്ന ഭാഷയാണ്. നമ്മൾ കൂടുതൽ ബ്ലെസ്സഡ്സ് ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭാഷ കുറച്ചെങ്കിലും ഒന്ന് വായിക്കുകയും അതിനെ സ്നേഹിക്കുകയും അത് ദൈവാരാധനയിൽ അതിനുള്ള പ്രാധാന്യം വെളിപാടിൽ ഈ അരമായിക്ക് ശ്രീയക്ക് ഈ കർഷോൺ മേഖലയിൽ കിടക്കുന്ന കാര്യങ്ങളെ ഒരു പ്രത്യേക ലെൻസിലൂടെ, ഒരു എഗ്ലേഷ്യൽ ലെൻസിലൂടെ കാണാനായിട്ട് പരിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ ഇതേക്കുറിച്ച് അറിവും പഠിപ്പും ഉള്ളവരതിൻ്റെ അതിലേക്ക് ഇറങ്ങുകയാണ്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് നിന്ന് പിന്മാറി എനിക്ക് അത്യാവശ്യം ഇതിനാണ് എക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടെന്ന കാര്യങ്ങളൊന്ന് തീർക്കേണ്ടതുണ്ട്. എനിക്ക് വലിയ സന്തോഷമായി നിങ്ങൾ ഇത്രയും ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നു. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ഡോക്ടർ അമലും അതുപോലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും നമ്മുടെ ദേറായോട് ബന്ധപ്പെട്ട ആളുകളും സുറിയാനിയിൽ വളരെ അവകാശമുള്ള അൽമായരും ഒക്കെ ഇതിനകത്തുണ്ട്. അങ്ങനെ ഈ ഭാഷ നന്നായിട്ട് പഠിച്ച് നമ്മുടെ സഭയിൽ നല്ല ഒരു ഐക്യത്തിന്റെ ഒരു സോളിഡായിട്ടുള്ള ഒരു കൊളേജിയേറ്റ് സ്പിരിറ്റിലേക്ക് ഈ നസ്രാനി സമൂഹത്തെ കൊണ്ടുവരാനായിട്ടുകൂടെ ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം, ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും നമ്മുടെ സഭയുടെ ചരിത്രപുരുഷന്മാരായിട്ടുള്ള പറമ്പിൽ പള്ളി വീട്ടിൽ ചണ്ടി മെത്രാപ്പോലീത്ത തുടങ്ങി നീണ്ട ഒരു പരമ്പര നമ്മുടെ ഈ സഭയുടെ ഐക്യത്തിനും ഇതിന്റെ സ്വദേശി
മെത്രാന്മാർക്ക് വേണ്ടിയും ഈ ഭാഷ പഠിക്കണമെന്ന് വാദിച്ചവരും ഈ ഭാഷ നൽകുന്ന ഒരു മൊണാസ്റ്റിക് ലൈഫിന്റെ മഹത്വം മനസ്സിലാക്കണമെന്നൊക്കെ പഠിപ്പിച്ചവരാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നമ്മൾ നാളത്തെ കഴിഞ്ഞ് കുടക്കച്ചർ അന്തോണി കത്തനാരെ കുറിച്ച് പ്രത്യേകമായിട്ട് ഓർക്കുന്നത്. നിങ്ങളെല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുന്നു. നമ്മുടെ സഭയിലെ പ്രഗത്ഭരായിട്ടുള്ള ക്ലാസ് ഉൾപ്പെടെയുള്ള എല്ലാ പണ്ഡിതന്മാരെയും സ്നേഹപൂർവ്വം ഓർത്ത് അവരെ ദൈവത്തിന് സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു. പ്രത്യേകം നന്ദി പിതാവേ. എന്തെങ്കിലും ചോദ്യോത്തരങ്ങൾക്ക് പിതാവിന് സമയം ഉണ്ടാവും? ഇപ്പൊ ആവശ്യമില്ലായിരിക്കും, നമ്മള് ആവശ്യമില്ല. ഇറങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ പിന്നീട് ഒരിക്കലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്തോളാം. പിതാവിന്റെ നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി. തീർച്ചയായിട്ടും ഇത് ഞങ്ങൾക്കൊരു പ്രചോദനം തന്നെ ആയിരിക്കും. അപ്പോൾ മറഞ്ഞു കിടന്ന പല ഡോക്യുമെന്റുകളും എടുത്ത് പഠിച്ച് അത് വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. അപ്പൊ പിതാവിന്റെ എല്ലാവിധ സഹായങ്ങളും പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിക്കുന്നു. പ്രത്യേകം നന്ദി. താങ്ക് യു. ഡോക്ടർ അമലാന്റണി, കർശോനെ പറ്റിയും സുറിയാനെ പറ്റിയും ഒക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ആശയങ്ങളോ പങ്കുവെക്കാനുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ആർക്കെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തുക, അതല്ലെങ്കിൽ മെസ്സേജ് ഇടുക. രണ്ട് രീതിയിലും നിങ്ങൾക്ക് ആകാം. ജോസൂട്ടി, ഇത് നമ്മൾ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും ഒരു രൂപരേഖ എല്ലാവർക്കുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? നമ്മള് എല്ലാ ശനിയാഴ്ചകളിലുമായിരിക്കും ഇനി ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരുടെ സമയം കൂടി ആലോചിച്ചിട്ടായിരിക്കും ഉച്ച കഴിഞ്ഞുള്ള സമയം നമ്മൾ ഫിക്സ് ചെയ്യുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ധാരാളം മാനുസ്ക്രിപ്റ്റുകൾ ഈ അടുത്ത കാലത്ത് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പലരും കരുതിയിരിക്കുന്നത് പോലെ ഉദയംപേരൂരിൽ നമുക്ക് നമ്മുടെ മാനുസ്ക്രിപ്റ്റുകൾ മുഴുവൻ നശിച്ചു പോയി. ചിലതൊക്കെ നമുക്ക് ഇന്നും വ്യക്തികളുടെ കൈകളിൽ ഉണ്ടായിരുന്നവ നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദയംപേരൂരിന് ശേഷവും നമുക്ക് എഴുതപ്പെട്ട ചരിത്രങ്ങൾ പലതും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രത്യേകത കുറെ കൂടി നമ്മുടെ ആളുകൾ അനുഭവിച്ച വേദനകള്, നമ്മുടെ ആളുകളുടെ അക്കാലത്തെ മനോഭാവം, ഏറെക്കുറെ വർത്തമാന പുസ്തകത്തിന്റെ ഒരു ഭാഷയും ലക്ഷ്യവുമൊക്കെ അതിലുണ്ട്. പലപ്പോഴും നമുക്കിന്ന് ലഭ്യമായ ചരിത്രം നമ്മളെ പറ്റി പാശ്ചാത്യർ എഴുതിയതാണ്. അപ്പൊ ഇതിന്റെ ആംഗിൾ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ രേഖകൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് കാര്യമില്ല. ഇത് വലിയൊരു പങ്കും കണ്ടെത്തി ഡിജിറ്റലൈസ് ചെയ്തിരിക്കുന്ന പാശ്ചാത്യരാണ്. പക്ഷെ അവരെക്കാളും നന്നായിട്ട് ഇത് വായിക്കാൻ സാധിക്കുന്നത് നമുക്കാണ്. അപ്പൊ ഇത് വായിച്ച് നമ്മുടെ ആളുകൾ എന്ത് ചിന്തിച്ചു, ഇപ്പൊ 16-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ആളുകള് പാശ്ചാത്യരോട് ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്തത്, എങ്ങനെയാണ് അവരെ കണ്ടത്. പാശ്ചാത്യർ എഴുതുമ്പോൾ നേരെ തിരിച്ചായിരിക്കും. 17-ാം നൂറ്റാണ്ടിൽ എങ്ങനെയായിരുന്നു നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ ആളുകൾ എഴുതി വെച്ച ചരിത്രത്തിൽ നിന്ന് കിട്ടും. രണ്ട് രീതിയിൽ നമ്മുടെ ആളുകൾ ചരിത്രം എഴുതിയിട്ടുണ്ട്. സുറിയാനിയിൽ ചരിത്രം എഴുതിയിട്ടുണ്ട്. ചരിത്രം മാത്രമല്ല, പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിക്ഷണറികൾ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന കർശോനാണ്. കർശോന്റെ ഏറ്റവും ആദ്യത്തെ തെളിവ് നമുക്ക് കിട്ടുന്നത് ഒരു സുറിയാനി രേഖയിലാണ്. ബിനു, അതൊന്ന് ഷെയർ ചെയ്യാമോ? പിന്നീട് നമുക്ക് ഇന്നും ഏറ്റവും ആധികാരികമായിട്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഗതി ഡേംബറിന്റെ കാനൻസ് ആണ്. ഡേംബറിന്റെ കർശോൻ ഭാഷയിലുള്ള കാനൻസ് നമുക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട്. അത് ഏറ്റവും ആദ്യത്തെ ഡേംബറിനെ പറ്റിയുള്ള ഏറ്റവും ആദ്യം എഴുതപ്പെട്ട അടിസ്ഥാനപരമായ രേഖയാണെന്ന് പറയാൻ പറ്റിയ പല തെളിവുകളും ആ രേഖയിൽ തന്നെയുണ്ട്. ഉദാഹരണത്തിന് അതിൽ കാണുന്ന ഈ ഡേംബറിന്റെ കാനൻസുകളിൽ കാണുന്ന സുറിയാനി സ്വാധീനം ഏറ്റവും വലിയൊരു തെളിവാണ്.
രണ്ടാമത്തെ സംഗതി, മലയാളത്തിന് വൊക്കാബുലറി കിട്ടാൻ വേണ്ടി കർഷവനിലായിരിക്കും ആദ്യം തയ്യാറാക്കിയത്. ഒരു കാലത്ത് അറബി ഭാഷ അങ്ങനെയായിരുന്നു. അതായത് അറബി ഭാഷയ്ക്ക് വൊക്കാബുലറി കിട്ടിയത് സുറിയാനി ഭാഷയിൽ നിന്നാണ്. അപ്പോൾ ഗ്രീക്ക് വിജ്ഞാനം പലപ്പോഴും ആദ്യം സുറിയാനി ഭാഷയിലേക്ക് സിറിയക് സ്കോളേഴ്സിനെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പിന്നീടാണ് അറബിയിലേക്ക് വരുന്നത്. അപ്പൊ അറബിക്ക് സുറിയാനി വൊക്കാബുലറി കിട്ടുന്നു, സുറിയാനിയിലെ വാക്കുകൾ കിട്ടുന്നു. ഏറെക്കുറെ ഈ ഉദയംപേരൂർ സൂനകദോസിന്റെ കാനനകളിലും ഈ ആദ്യം കർഷവനിലേക്ക് തയ്യാറാക്കി പിന്നീട് ആ വൊക്കാബുലറി ഉപയോഗിച്ചായിരിക്കണം മലയാളം തയ്യാറാക്കിയെന്ന് ഈ കർഷവൻ കാനോനകളുടെ ആദ്യത്തെ ഒരു റീഡിങ്ങിൽ നിന്ന് എനിക്ക് തോന്നുന്നു. അതിന് സാധ്യത കൂടുതലുമാണ്. അങ്ങനെ വരുമ്പോൾ കർഷവനിലാണ് ആദ്യത്തെ ഉദയംപേരൂർ സൂനകദോസിന്റെ ആദ്യത്തെ എഴുത്ത് അറിയപ്പെടുന്ന രേഖയുണ്ടായത്. പിന്നീട് നമ്മൾ ഇന്ന് പ്രചരിക്കുന്ന പോർച്ചുഗീസ് ഭാഷയിലുള്ള ഗുവയ തയ്യാറാക്കിയതൊക്കെ പിന്നീട് വളരെയധികം മാറ്റങ്ങൾ വരുത്തി വിദേശികൾക്ക് വേണ്ടി, അതായത് ഇവിടുത്തെ സെന്റ് തോമസ് ക്രിസ്ത്യൻസിനെ പാശ്ചാത്യവൽക്കരിച്ചു, അല്ലെ അവരുടേതായ രീതിയിൽ മാറ്റി കീഴടക്കി എന്ന് പാശ്ചാത്യ ലോകത്ത് അറിയിക്കുന്നതിന് വേണ്ടി ചെയ്ത ഒരു കൃത്യമാണ്. പക്ഷെ അതിന്റെ ഒറിജിനൽ ആശയങ്ങൾ മലയാളത്തിലാണ്, അതൊരു പക്ഷേ കർഷവനിലാണ്. അപ്പൊ കർഷവനിൽ നമ്മുടെ ആളുകള് ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. ഉദാഹരണത്തിന് 1601 ഫ്രാൻസിസ് റോസിന്റെ കാലത്താണ് ഈ കർഷവനിലുള്ള ആശയങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കാണുന്നത്. അദ്ദേഹം സുറിയാനി തക്സ മാറ്റി ഡയംബറിന് ശേഷം ലത്തീൻ തക്സ സുറിയാനിയിലാക്കി പ്രചരിപ്പിക്കാനായിട്ട് ഒരു വലിയ ശ്രമം നടത്തുകയുണ്ടായി. ആ ശ്രമത്തിൽ അദ്ദേഹം വിജയിച്ചില്ല, കാരണം നമ്മുടെ ആളുകളുടെ എതിർപ്പ് അത്ര ശക്തമായിരുന്നു. ആ തക്സയില് പലയിടത്തും ഈ ക്രമങ്ങള്, അതായത് ഈ റൂബ്രിക്സ്, എങ്ങനെയാണ് ഒരു ക്രമം ചെയ്യേണ്ടത് എന്നത് കർഷവനിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ കാരണം പലപ്പോഴും ഈ മാതൃഭാഷയില് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് എഴുതിയിരിക്കുന്നത് സുറിയാനി റൂബ്രിക്സിനേക്കാളും അച്ഛന്മാർക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ എളുപ്പമാണ്. എല്ലാവർക്കും ഒരുപോലെയല്ല സുറിയാനി ഭാഷയിലെ പാണ്ഡിത്യം. പക്ഷെ സുറിയാനിയേക്കാളും മലയാളത്തിൽ കാര്യങ്ങൾ പറഞ്ഞാൽ അത് സുറിയാനി ലിപി ഉപയോഗിച്ച് പറയുമ്പോൾ കുറെ കൂടി ആളുകൾക്ക് മനസ്സിലാകാൻ എളുപ്പമാണ്. ആ ഒരു ലോജിക്ക് വെച്ചായിരിക്കണം ഫ്രാൻസിസ് റോസ് ഈ അദ്ദേഹം തയ്യാറാക്കിയ തക്സയിൽ എല്ലായിടത്തും ഇല്ല, എന്നാൽ പ്രധാനപ്പെട്ട റൂബ്രിക്സ് എല്ലാം കർഷവനിലാണ്. ഇത് കർഷവനിലെ ഏറ്റവും 1563 കുറവലങ്ങാടുകാരൻ പള്ളി വീട്ടിൽ യാക്കോബ് കത്തനാര് തയ്യാറാക്കിയ പുതിയ നിയമത്തിന്റെ കോപ്പിയാണ്. 1563 കുറവലങ്ങാട്, പ്രസിദ്ധമായ കുറവലങ്ങാട് പള്ളിയിൽ വെച്ചാണ് അദ്ദേഹം തയ്യാറാക്കിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്യുമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അതിന്റെ കൊളോഫോണാണ്. കൊളോഫോൺ എന്ന് പറയുന്നത് ഏറ്റവും അവസാനം ആരാണ് ഇത് എഴുതിയത്, എന്തിനാണ് എഴുതിയത്, ആർക്ക് വേണ്ടിയാണ് എഴുതിയത്, അന്നേരത്തെ പശ്ചാത്തലം എന്തായിരുന്നു, ആരാണ് ഇവിടുത്തെ അധികാരി, ആരുടെ കീഴിലാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രരേഖയാണ്. ഞാനിത് വായിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്ന പലതും ഇതിലുണ്ടാകാം. ഇത് ആദ്യമായിട്ട് ഇസ്തുവാൻ ബേഴ്സിലാണ് റീഡ് ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന് റീഡ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഞാനൊരു മലയാളി ആയതുകൊണ്ടും ഇവിടുത്തെ സംസ്കാരം ഇന്നതാണെന്നും ഇവിടുത്തെ പാരമ്പര്യം ഇന്നതാണെന്നും ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ എനിക്ക് കുറച്ചും കൂടി പരിചയമുള്ളത് കൊണ്ടും എനിക്കത് കുറച്ചും കൂടി വ്യക്തമാക്കാൻ സാധിച്ചു. ഇത് 1563 1563 വളരെ പ്രസിദ്ധമായ ഒരു വർഷമാണ്. കാരണം മിഡിൽ ഈസ്റ്റിലെ സഭ രണ്ടായിട്ട് പിളർന്നിട്ട് 10 വർഷമായി. ഒരു പാരമ്പര്യ വിഭാഗവും ഒരു കത്തോലിക്ക വിഭാഗവും. അപ്പോൾ കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് വന്ന മെത്രാൻ 1563 ഇവിടെ ഉണ്ടായിരുന്ന മാർ യൗസേപ്പാണ്. മാർ യൗസേപ്പിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന പള്ളി വീട്ടിൽ യാക്കോബ് കത്തനാരാണ് ഇത് പകർത്തിയത്. മാർ യൗസേപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗീസുകാർ പീഡിപ്പിക്കാൻ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടിരുന്നു. ബൈബിള് പകർത്തി എഴുതുക, വിസ്തരണം പകർത്തി എഴുതുക എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ തന്നെ നമുക്ക് 2 പുതിയ നിയമത്തിന്റെ 2 കോപ്പികൾ അദ്ദേഹത്തിന്റെ കൈയെഴുത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ശിഷ്യനായ, ഞാനൊന്ന് വായിക്കുകയാണ്, ഇത് സിറിയക്കാണ്. വായിക്കുന്നതിന്റെ കാരണം ഇതിലാണ്. ഈ 1563 ഈ കോപ്പിയിലാണ് 16-ാം നൂറ്റാണ്ടിൽ ഇവിടെ കർഷവൻ ഉണ്ടായിരുന്നു എന്നതിന്റെ ഏറ്റവും ആദ്യത്തെ രേഖ കിട്ടുന്നത്. ഈ പുതിയ നിയമം 4 സുവിശേഷങ്ങളും ഇതിലുണ്ട്. പക്ഷെ ആദ്യത്തെ ഭാഗം ഇതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കുകയാണ്. വേസ്തലം, വെസ്കസവ്, സാവാഹാന
ഇത് എഴുതി പൂർത്തിയാക്കി ഈ ഗ്രന്ഥം ഹാന മെൽസാഹയ്യ ജീവന്റെ വചനത്തിന്റെ ഈ പുസ്തകം എഴുതി പൂർത്തിയാക്കിയത് മിന്നേത്ത പള്ളിയിൽ വെച്ച്. ഇത് കൊറോലങ്ങാട് എന്നുള്ളത് സിറിയക്കിലാണ് എഴുതിയിരിക്കുന്നത്. കർശനം അവിടെ ഉപയോഗിച്ചിട്ടില്ല. കാരണം ഇതൊരു പിന്നീട് ഇതിന്റെ ഒറിജിനൽ കൊളോഫോൺ അവ്യക്തമായപ്പോൾ ഇത് പകർത്തി എഴുതിയതാണ്. 1563 കൊളോഫോൺ അത് മങ്ങിപ്പോയപ്പോൾ അത് പിന്നീട് പകർത്തിയതാണ്. കൊറോലങ്ങാട് ഷ്മീത്ത, പേര് കേട്ട കൊറോലങ്ങാട് പള്ളിയിൽ വെച്ച്. ബീദൈ കശീശയുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേര് അവിടെ എന്തോ മാഞ്ഞു പോയിട്ടുണ്ട്. പള്ളി വീട്ടിൽ പീന്നേ ഉള്ളൂ. നമ്മൾ അങ്ങനെ അബ്രീവിയേഷൻ ഉപയോഗിക്കാറില്ല. യാക്കോബ് കത്തനാര്, കലാശ ദുർബലൻ, ഹത്തായ പാപി, ദൈശ സാധു, തൽമീദേത് മാർ, അദ്ദേഹം ശിഷ്യനാണ്, മാർ യൗസേപ്പ്, അപ്പസ്കോപ്പാദ് മെത്രാപോലിത്ത, ദീലെ ഹെന്തോ, ബുസീൻ, വധു കൊല്ല മദ്രഹ. അതായത് ഇന്ത്യയുടെയും ചൈനയുടെയും മെത്രാപോലിത്ത ആയിരുന്ന 1563 ഇവിടെ ഉണ്ടായിരുന്ന 1552 റോമുമായിട്ട് പുനരയിക്കപ്പെട്ട മാർ യോഹന്നാൻ സൂലാക്കായുടെ സഹോദരൻ മാർ യൗസേപ്പ് സൂലാക്കായുടെ 1563 ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മാർ യൗസേപ്പ് സൂലാക്കായുടെ ശിഷ്യനാണ് ഈ പള്ളി വീട്ടിൽ യാക്കോബ് കത്തനാര്. യൗസേപ്പ് സൂലാക്ക ഇന്ത്യയുടെ മാത്രമല്ല ചൈനയുടെ മെത്രാനാണ്. അവിടെ മാത്രമല്ല മുഴുവൻ ഈസ്റ്റിന്റെയും മുഴുവൻ കിഴക്കിന്റെയും മെത്രാപോലിത്തയാണ്. ഇനിയാണ് നമുക്കൊരു നോർത്ത് മറിയ ഹയ്യാവ് ഏനാമേൻ. അത് കാരണം അത് വ്യക്തമല്ല. കാരണം ഇത് പിന്നീട് എഴുതിയ സ്ക്രൈബിന് ഈ സുറിയാനിയുടെ വ്യാകരണം കൃത്യമായിട്ട് അറിയണമെന്നില്ല. കാരണം ഇന്ന് നമ്മൾ എങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നു അതുപോലെ തന്നെ ഒരു കാലത്ത് പകർത്തി എഴുത്തുകാരുണ്ടായിരുന്നു. സുന്ദരമായ കൈയക്ഷരത്തിൽ പകർത്തും. അപ്പൊ അവരെല്ലാവരും സുറിയാനി ഗ്രാമർ വശമായിരിക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ചില അവ്യക്തമായ വാക്കുകൾ പകർത്തി എഴുതുമ്പോൾ തെറ്റുപറ്റാം. അതും ഈ പകർപ്പുകളുടെ ഒരു വലിയ പ്രശ്നമാണ്. എല്ലാവരും ഒരുപോലെ സുറിയാനി പണ്ഡിതന്മാരായിരിക്കണമെന്നില്ല. ഷൻസ മാറൻ അൽഫേ ഉ ഹമ്മഷ്മ ഷതീൻ ക്ലാസ ഇൻ ദി ഇയർ ഓഫ് 1563 1563 കൊല്ലം. അവിടെയാണ് കർഷോന്റെ, അതായത് ആ ഇരട്ടിപ്പില് കൊല്ലം ഈസ്റ്റ് സിറിയക്കിൽ എഴുതുമ്പം ലായുടെ അടിയിൽ വരയ്ക്കേണ്ട കാര്യമില്ല. കൊല്ലം തന്നെയാണ് നമ്മൾ വെച്ചാൽ. പക്ഷേ അത് കർഷോന്റെ ഏറ്റവും വലിയ തെളിവാണ്. 1563 ഒരു ഡോക്യുമെന്റിൽ കർഷോന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്ഥലപ്പേരിനെ ഇരട്ടിപ്പിച്ചിരിക്കുന്നു. ഷവാമ ലാസീൻ തമ്മീൻ. കൊല്ലമിറ 1563 തുല്യമായ കൊല്ലമിറയാണ് ഇരിക്കുന്നത്. 738 ഓഗസ്റ്റ് മാസം 15-ാം തീയതി. അപ്പൊ നമുക്ക് ഈ ഡോക്യുമെന്റ് പ്രത്യക്ഷത്തിൽ വായിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് ഇതിന്റെ പ്രാധാന്യം മനസ്സിലായില്ല. ഒന്ന്, മിഡിൽ ഈസ്റ്റിലെ ചർച്ചുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. 2, കത്തോലിക്ക മെത്രാനായിരുന്ന മാർ ഔസേപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യൻ, അദ്ദേഹത്തിന് കൊറോലങ്ങാട് പള്ളിയിൽ സ്വാധീനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യൻ പള്ളി വീട്ടിൽ ഒരു യാക്കോബ് കത്തനാര് ആണ് ഇത് എഴുതിയിരിക്കുന്നത്. മാർ യൗസേപ്പ് ഇന്ത്യയുടെ മാത്രമല്ല ചൈനയുടെയും കിഴക്ക് മുഴുവനുമുള്ള സഭകളുടെ മെത്രാനാണ്. അപ്പൊ ഇത് ഒരു വലിയൊരു ഹിസ്റ്റോറിക്കൽ റെവലേഷനാണ്. നമ്മൾ കർഷോന്റെ ഒരു തെളിവ് തേടി പോകുമ്പോൾ കർഷോന്റെ തെളിവുകൾ മാത്രമല്ല ലഭിക്കുന്നത്, മാനുസ്ക്രിപ്റ്റ് റീഡിങ് എന്തുമാത്രം പ്രാധാന്യമുള്ളതാണെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. കാരണം ഒറിജിനൽ മാനുസ്ക്രിപ്റ്റുകൾ വെളിപ്പെടുത്തുന്ന ഒരു ചരിത്രം നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ചരിത്രത്തെ അപ്പാടെ മാറ്റിമറിക്കുന്നതായിരിക്കും.
അപ്പൊ ഞാനിത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പൊ ഇതുപോലെ ഇത് സിറിയക്കിലുള്ള ഒരു ഡോക്യുമെന്റ് ആണ്, കർഷോന്റെ തെളിവിന് വേണ്ടി ഞാൻ കാണിച്ചതാണ്. ഇതുപോലെ കർഷോൻ ഭാഷയിലുള്ള ഡയംബറിന്റെ കാനൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചരിത്ര ഗ്രന്ഥങ്ങള്, നിഘണ്ടുക്കള്, ഇതൊക്കെ വായിക്കുവാൻ പ്രാപ്തിയുള്ള പര്യാപ്തരായ ഒരു സ്കോളർലി സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശ്യം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് പറയാം. ബിനു, കോശി സാർ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ജോസഫ് സാറേ, ഞാൻ കോശിയാണ്. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ഈ കർസോൻ എന്ന് പറയുന്നത് നമ്മുടെ സിറിയക്കിലെ അല്ലെങ്കിൽ വേറൊരു സ്ക്രിപ്റ്റ് തന്നെയാണോ? കാരണം സിറിയക്കിലെ എസ്ത്രാങ്കേല, ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് പോലെ തന്നെ വേറൊരു സ്ക്രിപ്റ്റ് ആണോ, അതോ ഇതിനകത്ത് വരുന്ന ചില പദങ്ങൾ മാത്രം കർസോൻ രീതിയിൽ എഴുതുന്ന ഒരു സ്ക്രിപ്റ്റ് മാത്രമാണോ? അറിയാൻ വയ്യാത്തൊന്ന് ചോദിക്കുന്നതാണ്. പിതാവ് പറഞ്ഞിരുന്നു, പൊതുവില് സുറിയാനി അക്ഷരമാല ഉപയോഗിച്ച് വേറൊരു ഭാഷ എഴുതുന്ന രീതിക്കാണ് കർസോൻ എന്ന് പറയുന്നത്. അറബിയിൽ നമുക്ക് 9ാം നൂറ്റാണ്ട് മുതൽ തെളിവുണ്ട്, അങ്ങനത്തെ ഡോക്യുമെന്റുകൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. അതായത് സുറിയാനി ലിപി ഉപയോഗിച്ച് അറബി എഴുതുന്നത് മിഡിൽ ഈസ്റ്റിലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 9ാം നൂറ്റാണ്ടിലാണ് തുടങ്ങിയെന്നല്ല അർത്ഥം, അതിനു മുമ്പേ ഉണ്ടായിരുന്നു. 9ാം നൂറ്റാണ്ട് മുതൽ തെളിവുണ്ട്. അർമേനിയൻ ഈ രീതിയിൽ എഴുതിയിട്ടുണ്ട്. സ്ലാവിക് ഭാഷകളും ചിലതൊക്കെ അങ്ങനെ എഴുതിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഓർമ്മയിൽ നിന്ന്, വായിച്ച് ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുന്നു. എന്നാൽ മലയാളത്തില് ഇവിടുത്തെ കർഷോന് പലരും 17ാം നൂറ്റാണ്ട് ഒക്കെയാണ് കാര്യം പറയുന്നത്, പഴക്കം പറയുന്നത്. പക്ഷേ അതിൽ പഴക്കം ഉണ്ടെന്നുള്ളത് നമുക്ക് ഡയംബറിന്റെ കാനൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ തെളിവ് ഇതാണ്. അതായത് മലയാളത്തിൽ നിന്ന് ഈ 22 സുറിയാനി ഈസ്റ്റ് സിറിയൻ അക്ഷരങ്ങൾ ഉപയോഗിച്ച് മലയാളം പോലെ ഒരു ഭാഷ എഴുതി പിടിപ്പിക്കുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ 11 അക്ഷരങ്ങൾ മലയാളത്തിൽ നിന്ന് സ്വീകരിച്ചു. അതില് 8 എണ്ണം വട്ടെഴുത്തിൽ നിന്നാണ് സ്വീകരിച്ചത്. കാരണം 15, 16, 17 നൂറ്റാണ്ടുകളില് അല്ലെ അതിനു മുമ്പും നമ്മുടെ ആളുകളുടെ വ്യവഹാര ഭാഷ എന്ന് പറയുന്ന വട്ടെഴുത്തായിരുന്നു. ആര്യയെഴുത്ത് എന്ന് പറയുന്ന ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രന്ഥാക്ഷരം എഴുത്തച്ഛന്റെ കാലം മുതലാണ് അതിന് കുറെ കൂടി പ്രചാരം കിട്ടുന്നത്. അതൊരു 19ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതി ആകുമ്പോഴാണ് സാർവത്രികമാകുന്നതും പിന്നീട് ആര്യയെഴുത്തിലാണ് നമുക്ക് അച്ചടികളെല്ലാം കിട്ടുന്നത്. അച്ചടി ഗ്രന്ഥങ്ങളെല്ലാം പിന്നീട് ആര്യയെഴുത്തിലാണ് വരുന്നത്. പക്ഷെ അതിനു മുമ്പ് സാർവത്രികമായി നമ്മുടെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഭാഷ വട്ടെഴുത്താണ്. അപ്പൊ ആ വട്ടെഴുത്തിൽ നിന്നാണ് 8 അക്ഷരങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അത് തന്നെ അതിന്റെ പഴക്കം വ്യക്തമാക്കുന്നതാണ്. പിന്നീട് നമ്മൾ 19ാം നൂറ്റാണ്ടിലെ ഡോക്യുമെന്റിലാണ് ഒരു 3 അക്ഷരങ്ങൾ കൂടി. ആ 3 അക്ഷരങ്ങൾ ആര്യയെഴുത്തിൽ നിന്നാണ്, ഫായും ജായും ഷായും. ഈ വട്ടെഴുത്തിലെ യാ തന്നെ, അതായത് ദ്രാവിഡ യാ തന്നെ ഷാ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മൾ വേദതർക്കത്തിലൊക്കെ 1768 വേദതർക്കത്തിലൊക്കെ 2 സെപ്പറേറ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ 8 അക്ഷരങ്ങള് വട്ടെഴുത്തിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നത് തന്നെ ആര്യയെഴുത്തിന് മുമ്പ് തന്നെ നമ്മുടെ ആളുകള് ഈ കർഷോൻ ലിപി ഇവിടെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രാഥമികമായ തെളിവാണ്. അപ്പം സുറിയാനിയിലെ 22 സെമിറ്റിക് അക്ഷരങ്ങൾ ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ 11 അക്ഷരങ്ങൾ മലയാളത്തിൽ നിന്ന് സ്വീകരിക്കുകയും അതിൽ 8 എണ്ണം വട്ടെഴുത്തിൽ നിന്നും 3 എണ്ണം ആര്യയെഴുത്തിൽ നിന്നും സ്വീകരിച്ചാണ് ഈ കർഷോൻ മലയാളം എഴുതാൻ വേണ്ടി മാർത്തോമ നസ്രാണികളുടെ കത്തനാർമാര് വികസിപ്പിച്ചെടുത്തത്. ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? അപ്പൊ അത് കംപ്ലീറ്റ് ആ കർസോനിൽ മാത്രമായിട്ട് എഴുതിയത് ഉള്ള സ്ക്രിപ്റ്ററുകൾ നമ്മളെ കൊണ്ടാവും എന്നർത്ഥം അല്ലേ? അതെ. ലിറ്റർജി, അതായത് സഭാപരമായ കാര്യങ്ങൾ അവര് കർഷോൻ തന്നെ ആയിരിക്കണം ഉപയോഗിച്ചിരുന്നത്. കാരണം അത്രമാത്രം നമുക്ക് തെളിവുകൾ കിട്ടുന്നുണ്ട് കർഷോനില്. അതായത് ഈ ആര്യയെഴുത്തായിരുന്നില്ല നമ്മുടെ പഠിതാക്കള്, സഭാപരമായ പഠിതാക്കള്, ഷമ്മാശന്മാരും അച്ഛന്മാരും കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിരുന്നത്. ഒരുപക്ഷെ സാമൂഹ്യമായ വ്യവഹാരങ്ങൾ വട്ടെഴുത്തിലായിരുന്നെങ്കിൽ പോലും ഈ സഭാപരമായ കാര്യങ്ങളില് ഈ കർഷകനാണ് ഉപയോഗിച്ചത്. അതിന്റെ കാരണം അവരുടെ പരിശീലന മാധ്യമം സുറിയാനിയാണ്.
അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ഈ മെത്രാന്മാരും കത്തനാർമാരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷന് സുറിയാനി ലിപിയാണ് അവർക്ക് സാധിക്കുക, കുറെ കൂടി എളുപ്പം. അപ്പൊ അതേസമയം തന്നെ നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് നമ്മൾ പഠിക്കുമ്പോൾ 20th സെഞ്ചുറി വരെ പഠിക്കുമ്പോൾ ഇതിന്റെ ഒരു രൂപരേഖ പോലും അതിനകത്ത് റെഫറൻസ് വരുന്നില്ലല്ലോ. നമ്മൾ പഠിക്കുമ്പോൾ ഈ കർഷകൻ എന്നൊരു ലിപിയുടെ കാര്യം ഒരിക്കലും നമ്മുടെ ചരിത്രത്തിൽ വരുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. യെസ്, കാരണം നമ്മൾ 2ാം നൂറ്റാണ്ട് വരെയും പിന്നെ അത് 7ാം നൂറ്റാണ്ട് വരെയും പിന്നെ അത് തന്നെ 16th സെഞ്ചുറി വരെയുള്ള ഡെവലപ്മെന്റ് നമ്മൾ പഠിക്കുമല്ലോ, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സിറിയക് ലാംഗ്വേജ്. അപ്പൊ ആ ഒരു ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് ഈ കർസോൻ എന്ന് പറയുന്ന അതിന്റെ ഒരു ലെവലിൽ പോലും തന്നെ റെഫറൻസ് വരുന്നില്ലല്ലോ. അത് കർഷകനെ പറ്റിയുള്ള പഠനങ്ങൾ കൂടുതലായി നടന്നത് ഈ അടുത്ത കാലഘട്ടത്തിലാണ്. ഇതെല്ലാം ഇനി നമ്മുടെ പഠനങ്ങളും എല്ലാം ചേർന്ന് മുഖ്യധാര സഭാചരിത്രത്തിന്റെ ഭാഗമാകേണ്ടതാണ്. അത് മുഖ്യധാര സഭാചരിത്രത്തിന്റെ ഭാഗമാകണം. പിന്നെ വേദപാഠ ക്ലാസ്സുകളിലും വരണം. നമ്മുടെ കുട്ടികൾ ഈ ഭാഷയെ സ്നേഹിക്കണമെങ്കിൽ അതിന്റെ ചരിത്രവും പശ്ചാത്തലവും അറിയണം, അത് പഠിപ്പിക്കണം. അപ്പൊ ഇതുവരെ കാര്യമായിട്ട് കർഷകനെ പറ്റിയുള്ള പഠനങ്ങളോ കർഷകൻ നമ്മുടെ സഭാചരിത്രത്തിലോ ഞാനിതുവരെ ഈ സുറിയാനി പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു എഴുത്ത് രീതിയെ പറ്റി തന്നെ കേൾക്കുന്നത്. താങ്ക് യു ജോസ് സാറേ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കൈ ഉയർത്താവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഈ കർഷകനിൽ ധാരാളം പുതിയ പരീക്ഷണങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്, അതൊക്കെ വഴി അറിയിക്കാം. ഏതായാലും ഇതിന്റെ തുടർച്ചയായിട്ട് അടുത്ത ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് സമയം അറിയിക്കാം. എല്ലാവരുടെയും ഒരു 1:30ക്കും ഒരു 3 മണിക്കും ഇടയ്ക്കുള്ള സമയമായിരിക്കാം. അതിൽ ഏറ്റവും അനുയോജ്യമായ സമയം നമുക്ക് നിശ്ചയിക്കാം. എങ്കിൽ നമുക്ക് ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് വർത്തമാന പുസ്തകത്തിന്റെ മുഖവരിയുടെ 2ാം ഖണ്ഡിക വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്ന് വരുമ്പോൾ ആയതിന്റെ അവസ്ഥ വേണ്ടുവണ്ണം നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരും ഇടങ്ങരും ബോധിപ്പാനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് യൂറോപ്പായും പോയ വഴിയിലും പോർത്തുഗൽ രാജ്യത്തും റോമാ നഗരത്തും ശേഷമുള്ള ഇടങ്ങളിലും നമുക്കുണ്ടായ വർത്തമാനങ്ങളും ഉടയതമ്പുരാന്റെ പ്രത്യേകമുള്ള സഹായങ്ങളും ഈ പുസ്തകത്തിൽ എഴുതി നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ എല്ലാവരെയും അറിയിപ്പാൻ നിശ്ചയിക്കുകയും ചെയ്തു. എന്നാൽ മിശിഹ പിറന്നിട്ട് 1773 കാലം മാർ ഫ്ലോറൻസിയോസ് അരിയാപോലിസ എന്ന മെത്രാൻ മരിച്ചപ്പോൾ മലങ്കര ഇടവകയിലുണ്ടായ കാര്യം തൊട്ട് നമ്മുടെ വിശേഷം തുടങ്ങുകയും ചെയ്യുന്നു. എന്ന് വരുമ്പോൾ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരൊക്കെയും ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ട അവസ്ഥകളും ഉടയതമ്പുരാന്റെ പ്രത്യേകമുള്ള സഹായങ്ങളും വായിച്ചു കണ്ട് ഇനി നമ്മുടെ ജാതിയുടെ ഗുണത്തിനും ഒരുമ്പാടിനും വേണ്ടും വഴി ശ്രമിപ്പാനുള്ളതിനും ഏക മനസ്സോടും മനോരമ്യത്തോടും കൂടെ നിശ്ചയിച്ചു കൊള്ളണമെന്ന് തങ്ങൾ എല്ലാവരോടും സാധ്യമായിട്ട് അപേക്ഷിച്ചുകൊണ്ടും രാവും പകലും അനുദിനവും ആയതിനും മനോഗുണം ചെയ്യണമേ എന്ന് ഉടയതമ്പുരാനോട് നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് മിശിഹ പിറന്നിട്ട് 1785 കാലം കന്നിമാസം 1 പാറേമാക്കൽ തൊമ്മൻ കത്തനാർ എഴുത്ത് ഒപ്പ്. ഓക്കെ, താങ്ക് യു. സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും നന്ദി.